ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ മുന്നോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എന്താ പറയുക, മണിയങ്ങാട് സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു ജോലിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നടക്കുമ്പോൾ കഥക്കുണ്ട്, പറയാൻ പറ്റും ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ അതിന് കുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം പോകാണ്ട്, അപ്പോൾ അതിന് പോകും കേട്ടോ. പിന്നെ ആഴ്ചയിൽ 2 ദിവസമാണ് ക്ലാസ്. എന്നെ കാണാണ്ടോ? ആഴ്ചയിൽ 2 ദിവസമാണ് ക്ലാസ്, എല്ലാ ദിവസവും ഇല്ല. വ്യാഴം വെള്ളി ദിവസമാണ്. ചിലപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരും. എന്തായാലും അൽഹംദുലില്ലാ ഒരു ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പോകും, പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് ഉള്ളത്. തുടങ്ങിയിട്ടുള്ളൂ. പിന്നെന്താ, പിന്നെ അവർക്കുള്ള പഠിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനാണ് പോകുന്നത് കേട്ടോ. പെയിൻറ്റിങ്, ബ്രഷ്, പിന്നെ മല്ലു ക്ലോത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതാ ഞാൻ സ്കൂളിൻ്റെ അടുത്തേറായി. ഫസ്റ്റ് കുട്ടിയെ ഞാൻ അസ്മിക്കുട്ടനെ സ്കൂളൊക്കെ കൊണ്ടാക്കി ഞാൻ പിന്നെ അതാ കുറ്റിപ്പുറത്ത് എത്തിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മല്ലു ക്ലോത്ത് വാങ്ങാണ്ട്, റിങ് വാങ്ങാണ്ട്, ഇതാ ഞാൻ മല്ലു ക്ലോത്ത് 5 കുട്ടിയൊക്കെ തോന്നുന്നുണ്ടോ, 4-5 കുട്ടിയൊക്കെ വാങ്ങി. പിന്നെ അതാ റിങ്, ഇത് ചെറിയ സൈസാണ്, 3 സൈസിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ സൈസാണ് കേട്ടോ എടുത്തത്. പലതും പല റേറ്റാണ് വരുന്നത്. പിന്നെ അതാ ബ്രഷ് വാങ്ങാണ്ടായിരുന്നു, പെയിൻറ്റ് വാങ്ങാണ്ടായിരുന്നു, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. പിന്നെയും വേറെ സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ, പക്ഷേ അത് എല്ലാം വാങ്ങിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലാണ് ഇത്താത്ത വിളിച്ചത്. അവൾക്ക് പുത്തനത്താണിക്ക് ചെല്ലാൻ പറഞ്ഞതിനോട്, അവളുടെ ഫോൺ കേടന്ന്, അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറ്റിപ്പുറത്ത് കയറിയ ബസ് തന്നെ പുത്തനത്താണിക്കൊക്കെ പോകണം കേട്ടോ. അപ്പോൾ നേരിട്ട് ആ ബസ്സിൽ തന്നെ പോയി പുത്തനത്താണിക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് നല്ല ദാഹം, 10 മണിക്ക് പോയതല്ലേ, അപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാനിതാ അവിടുന്ന് വെള്ളം കുടിച്ചു. പിന്നെ താത്ത എത്തിയിട്ടില്ല കേട്ടോ, അവരെ കാത്തിക്കാണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമായുടെ നേരമല്ലേ, ഷോപ്പ് അടച്ചു കേട്ടോ. അത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മുൻകൂട്ടി ആ നമ്പറിൽ വിളിക്കും ചെയ്തില്ല, വിളിച്ച് പോയാൽ മതിയായിരുന്നു. എന്തായാലും ഷോപ്പ് തുറക്കണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ അതാ ഫൈനലി താത്തയും അളിയനും കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റാസിക്കുട്ടി, ഞങ്ങളുടെ റാസിക്കുട്ടിയാണ്. ആൾ എത്തിയിട്ടുണ്ട്. ആൾ ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കണ കണ്ടപ്പോൾ ഓൾ ആദ്യം വിചാരിച്ച് ഫോട്ടോ ഇടുന്നു. അപ്പോൾ അത് പറയായിരുന്നു കേട്ടോ. പിന്നെ അതാ റാസിക്കുട്ടിൻ്റെ ഉറക്കക്ഷീണം അപ്പോഴും മാറിയിട്ടില്ല. ആൾക്ക് ഞാൻ വെള്ളമൊക്കെ കൊടുത്തു, പക്ഷേ വാങ്ങിയില്ല കേട്ടോ. ആളെന്തോ ഒരു ഞാൻ കൊടുത്ത് വാങ്ങിയില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായി. പിന്നെ അളിയന് ജുമായ്ക്ക് പോയി, പള്ളിക്കൊക്കെ പോയി. അതുവരെ ഞങ്ങൾ ആളൊന്ന് സെറ്റാക്കി നിർത്തി. ഇനി ജുമായൊക്കെ എരിഞ്ഞ് വന്നിട്ട് വേണം. പിന്നെ ഇതാ നമ്മുടെ തിരുനാവായ റോട്ടിലാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിക്കാൻ വിചാരിച്ച് പോയി. കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ആംബിയൻസൊക്കെ ഭയങ്കര അടിപൊളി ഉണ്ടാകണ്ട. ഇവിടുത്തെ ചിത്രം വരച്ചതല്ല, അത് വേറെ എന്തോ സംഭവമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒരു ബ്ലാക്ക് ഇതിലാണ് തീമിലാണ് കൊടുത്തേക്കണത്. അപ്പോൾ അതാ ബിരിയാണി എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം 3 മണിക്ക് ശേഷം അത്ര ഷോപ്പ് തുറക്കാറ്, രാവിലെ തുറക്കാറില്ല അത്ര കേട്ടോ. പക്ഷേ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 3 മണി വരെ പുത്തനത്താണി ടൗണൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് കറങ്ങി. അങ്ങനെ അതാ അതിൽ ഷോപ്പ് തുറന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെയൊക്കെ പോകും കേട്ടോ. താത്താൻ്റെ ഫോൺ ഒന്ന് മാറ്റിയപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് ആയി. അപ്പോൾ അതിൻ്റെ പാസ്വേഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വന്നതാണ്. അവർ അവിടെ ഇതാ ഫോൺ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റാസിക്കുട്ടനും വീഡിയോസ് എടുക്കണ്, പിന്നെ ഫോട്ടോസ് എടുക്കൽ, അങ്ങനത്തെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ആളിപ്പോൾ എന്നോടൊന്ന് സെറ്റായി വരുന്നുണ്ട്. കുറച്ച് നേരമായാലും എന്നെ കാണലെടുത്തിട്ട്, അപ്പോൾ ഒന്ന് സെറ്റായി ആൾ. അപ്പോൾ അതിൻ്റെ ഒരു ചമ്മലിലാണ് കേട്ടോ വീഡിയോസ് എടുക്കണത് കണ്ടപ്പോൾ. അപ്പോൾ അതാ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്നെ ഷോപ്പിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നേരമില്ല ഷോപ്പിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ നേരെ ഇനി സ്കൂളിലേക്ക് പോയിട്ട് വേണം എനിക്ക് ഇനി അസ്മിക്കുട്ടനിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവർ നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അതാ വീട്ടിലെത്തി. അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആൾക്ക് ഭയങ്കര വിശപ്പ്, വെറുതെ പറയാൻ കേട്ടോ. അതാ ഓറഞ്ച് ജ്യൂസ് വേണം എനിക്ക്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സ്മൂത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, കാരണം എന്തെങ്കിലും വേണം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പഴമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഓറഞ്ച് ഇട്ട് ജ്യൂസ് അടിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ആൾ കിച്ചണിലാണ്, അവൻ എന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇടയ്ക്കൊക്കെ ഒന്ന് അവർ ചെയ്യണതും അവർക്കും ഒരു നല്ല ഒരു അനുഭവമാണ്, നമുക്കൊരു സുഖമാണ്. എടാ അപ്പൻ്റെ ഞാൻ ചെയ്തോട്, ഞാൻ നോക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിക്കണം എന്നുണ്ടെങ്കിൽ അരിക്കുക, അല്ലാണ്ട് അങ്ങനെ കുടിക്കാം കേട്ടോ. നോക്കട്ടെ, ഇത് കാണിച്ചെടുക്കും. ഒന്നുമില്ല, മധുരം ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുടിച്ചോടെ, മധുരം ഇടണം.
അങ്ങനെ കുടിച്ചോ, സാരില്ല. നോക്കട്ടെ. സൂപ്പർ സൂപ്പർ. പിന്നെന്താ പറയുക, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ വെയിലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം കേട്ടോ ജ്യൂസ്. ഓക്കെ ഓക്കെ, ബൈ 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 പറഞ്ഞു.